നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പ്രസവിച്ച അമ്മയ്ക്ക് എന്നെ വേണ്ടായിരുന്നു, ഇപ്പൊ വളർത്തിയ അമ്മയ്ക്കും വേണ്ട. ഈ ലോകത്തിന് തന്നെ വേണ്ടാത്തവളായി ഞാൻ. എനിക്ക് മതിയായി. ഇനി ഞാൻ ഒരിക്കലും മാഡത്തിന് ബുദ്ധിമുട്ടിക്കില്ല. ഇത് പറയാൻ ഞാൻ ശ്രമിക്കുമില്ല. താങ്ക്സ്. വരുണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞല്ലോ. ശ്യാമ മേഡം ഈ നാടിന്റെ സമ്പത്തല്ലേ. എത്രയും പെട്ടെന്ന് അവരവരുടെ അസുഖത്തിൽ നിന്ന് മുക്തി നടട്ടെ. എന്നാ ഞാൻ ഇറങ്ങട്ടെ മാഡം. വരുൺ, നിന്നെ ദൈവം എത്തിച്ചതാ ഇവിടെ. രാധിക, ശ്യാമയുടെ മകളുടെ പേര്. നീ പറഞ്ഞൊരിക്കലും ശ്യാമ ഇതറിയില്ല. പക്ഷേ അറിയേണ്ടവരറിഞ്ഞല്ലോ. എന്തിനാ അമ്മ എന്നോടിങ്ങനെ ദേഷ്യം കാണിക്കുന്ന? അമ്മ ഞാൻ എന്ത് ചെയ്തിട്ടാ? ഹോസ്പിറ്റലിൽ പോകുന്നില്ല എന്ന് പറഞ്ഞു. ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൊണ്ടുവന്നിട്ട് അതുപോലും കുടിക്കുന്നില്ല. അത്രയ്ക്ക് എന്ത് അപരാധം അമ്മ ഞാൻ ചെയ്തേ? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മ എന്നെ തല്ലുന്നെങ്കിൽ തല്ലിക്കോ, ഇനി വഴക്ക് പറയണമെങ്കിൽ വഴക്ക് പറഞ്ഞോ. പക്ഷെ എന്നിങ്ങനെ അവഗണിക്കരുത്. മുത്തശ്ശി എന്നോട് ദേഷ്യപ്പെടുമ്പോഴും തല്ലുമ്പോഴും ഒക്കെ എന്നെ ചേർത്ത് പിടിച്ചിരുന്നത് അമ്മയല്ലേ. എന്നിട്ട് അമ്മയ്ക്കും എന്നോട് വെറുപ്പായോ? എനിക്ക് മനസ്സമാധാനായിട്ടൊന്ന് ഉറങ്ങണം. ഒന്ന് പോകുന്നുണ്ടോ നീ? ഞാൻ പോവില്ല. അമ്മയുടെ മനസ്സിൽ എന്താന്ന് എനിക്ക് അറിയണം. അമ്മയ്ക്കറിയാത്ത ഒരു കാര്യം എന്റെ ജീവിതത്തിൽ ഇല്ല. എന്താ അമ്മയുടെ സംശയം? അമ്മ എന്നോട് ചോദിക്കേ. ഇനി അതിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞില്ലെങ്കിലല്ലേ? ഞാൻ അറിയാത്ത ഒരു രഹസ്യവും നിന്റെ മനസ്സിലില്ലല്ലേ? എനിക്കാ മണ്ടത്തരം പറ്റിയത്. മുത്തശ്ശി മാത്രമല്ല, പലരും പറഞ്ഞിട്ടുണ്ട് ഈ സ്നേഹം അപകടമാണെന്ന്. ഞാനതൊന്നും കാര്യമാക്കിയില്ല. ആത്മാവ് തന്നു തന്നെ നിന്നെ സ്നേഹിച്ചു. പക്ഷെ നീ മിടിക്കുക. നിനക്ക് എല്ലാവരെയും പറ്റിക്കാനറിയാം. അമ്മ, നീ ഇവിടുന്ന് പോകുന്നുണ്ടോ അതോ ഞാൻ എണീറ്റ് പോണോ? വേണ്ട, എനിക്ക് മനസ്സിലാവും. എന്നെപ്പോ പഴയതുപോലെ അമ്മയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലല്ലേ? മുത്തശ്ശി പറയുന്നതും മറ്റുള്ളവർ പറയുന്നതൊക്കെ ശരിയാണെന്ന് അമ്മയ്ക്ക് തോന്നി തുടങ്ങി. അതിന്റെ അർത്ഥം ഞാനിവിടെ വേണ്ടെന്നല്ലേ? ഇത്രയൊക്കെ പറഞ്ഞ നിലയ്ക്ക് അമ്മ അതോടി പറ. ഈ രാത്രി തന്നെ ഞാൻ ഇവിടുന്ന് പോയിക്കൊള്ളാം. ഒന്ന് പോകാൻ പറഞ്ഞ നിനക്ക് എന്താ മനസ്സിലാവാത്തെ? എന്തിനാ എന്നെ ഇങ്ങനെ ഇട്ട് നരകിപ്പിക്കുന്നെ? എന്റെ കൃഷ്ണ, എന്നോട് പൊറുക്കണേ.
ഈ ലോകത്ത് എന്നോട് ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നത് എന്റെ അച്ഛനമ്മയ്ക്ക് മാത്രം. അമ്മ ഇപ്പൊ എന്നെ വെറുത്തു. അമ്മയുടെ മനസ്സിൽ എന്താ എന്നെ കുറിച്ച് തോന്നിയിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. അതെങ്ങനെ മാറ്റണമെന്ന് എനിക്കറിയില്ല. ഇപ്പൊ ആട്ടിപ്പായിച്ചതുപോലെ ഇനിയും എന്നെ ആട്ടിപ്പായിക്കാനാണ് അമ്മയുടെ ഉദ്ദേശമെങ്കിൽ എനിക്ക് ഈ ജന്മം വേണ്ട കൃഷ്ണ. ഈ ജന്മം അങ്ങ് തിരിച്ചെടുത്തേക്ക്. പ്രസവിച്ച അമ്മയ്ക്ക് എന്നെ വേണ്ടായിരുന്നു, ഇപ്പൊ വളർത്തിയ അമ്മയ്ക്കും വേണ്ട. ഈ ലോകത്തിന് തന്നെ വേണ്ടാത്തവളായി ഞാൻ. എനിക്ക് മതിയായി, മതിയായി. എനിക്ക് ഈ ജീവിതം മതിയായി. ഭഗവാനെ, ഞാൻ ആരുടെ പക്ഷത്താ നിൽക്കേണ്ട? രാധിക മോളെ പൂർണ്ണമായും എനിക്ക് കുറ്റം പറയാൻ പറ്റും. രാധിക മോളുടെ കഴുത്തില് വരുൺ താലി കെട്ടിയതല്ലേ? താലി കെട്ടിയ പുരുഷൻ പെണ്ണിന് ഭർത്താവല്ലേ? പക്ഷെ അതിനപ്പുറത്ത് നിൽക്കുന്നത് എന്റെ മകളാ. ഞാനിതില് ആരുടെ കൂടെയാ നിൽക്കേണ്ട? ഞാൻ ആരെയെ തള്ളിക്കളയേണ്ട? ഇതുപോലൊരു പ്രതിസന്ധിയില് എന്നെ എന്തിനാ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്? വേണ്ട, നീ ഇരുന്നു. യശോദേ, എന്തെങ്കിലും അറിഞ്ഞ അപ്പൊ തന്നെ ബഹളം ഉണ്ടാക്കുന്ന ഒരു പ്രകൃത എന്റേത്. ആ രാധികയുടെ കാര്യത്തില് ഞാൻ എപ്പോഴും അങ്ങനെ പെരുമാറിയിട്ടുമുണ്ട്. പക്ഷേ നിന്നോട് ഞാൻ പെരുമാറിയിട്ടുള്ളത് അങ്ങനെയൊന്നുമല്ല. ദേവന്റെ ഭാര്യയായി വന്ന് കേറിയപ്പോ മുതല് ഈ കുടുംബത്തിനു വേണ്ടി നീ കഷ്ടപ്പെടുന്നതും ഇവിടെയുള്ളവരെ സ്നേഹിക്കുന്നതും ഒക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നിനക്കൊരു വിഷമം വന്നാല് അത് പരിഹരിക്കണമെന്നാണ് അമ്മയുടെ തീരുമാനം. പറ, എന്താ നിനക്ക് പറ്റിയേ? ആരാ നിന്റെ മനസ്സിൽ ഇത്രയും വലിയ സങ്കടം വരുത്തി വെച്ചത്? എനിക്കൊന്നുമില്ലമ്മേ. നല്ല ക്ഷീണം തോന്നി. ക്ഷീണവും സങ്കടവും എല്ലാം കൂടി ഒന്നിച്ച് മനസ്സിന് വരുമ്പോ ആരോടെങ്കിലും ദേഷ്യം വരും, അത്രേ ഉള്ളൂ. കള്ളം പറയണ്ട. നീ അവളോട് ദേഷ്യപ്പെടണമെങ്കിൽ അത്രയും വലിയൊരു തെറ്റ് അവള് ചെയ്തിട്ടുണ്ടാവണം. പറ, എന്താ അവള് ചെയ്തേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.